ഹലോ എവരി വൺ, എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് 1 ഏപ്രിലാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ന്യൂസ് ഒന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് ന്യൂസ്. ഇന്ത്യ ടേക്സ് പാർട്ട് ഇൻ സെക്കൻഡ് ഷെയർപാസ് മീറ്റിംഗ് ഓഫ് G7 ഗസ്റ്റ് കൺട്രീസ്. അപ്പോൾ ഇന്ത്യ ഗസ്റ്റ് കൺട്രിയാണ്. ഷെയർപാസ് G7 കൺസിസ്റ്റ് ചെയ്യുന്ന ടീമിൽ ആ കൺട്രീസിൽ ഇന്ത്യ ഇല്ല. പക്ഷേ ഗസ്റ്റ് കൺട്രി ആയിട്ട് ഇന്ത്യ പങ്കെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിർച്വൽ മീറ്റിംഗ് ആണ് നടന്നത്. സെക്കൻഡ് വിർച്വൽ മീറ്റിംഗ് ആണ് നടന്നത്. അപ്പോൾ G7 കൺട്രീസ് എന്ന് പറയുന്നത് കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK പിന്നെ US ആണ്. ഇന്ത്യയുടെ സൈഡിൽ സുരേഷ് പ്രഭു ആണ് ആ വിർച്വൽ മീറ്റിൽ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ കീ പ്രയോറിറ്റി ഇഷ്യൂസ് അണ്ടർ UK's G7 പ്രസിഡൻസി അജണ്ട വർ ഡിസ്കസ്ഡ്. അതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇൻക്ലൂഡിങ് പ്രിപ്പറേഷൻസ് ഓഫ് ദ COP26 സമ്മിറ്റ് ആൻഡ് ഗ്ലോബൽ ഹെൽത്ത് കോർപ്പറേഷൻ. അതൊക്കെയാണ് അതിൽ ആ സമ്മിറ്റിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ സൈഡ് അറ്റൻഡ് ചെയ്തത് സുരേഷ് പ്രഭു ആണ്. ഇന്ത്യാസ് ഷെയർപ്പ G20യും G7ലേക്കും ഇന്ത്യൻ ഷെയർപ്പ സുരേഷ് പ്രഭു ആണ്. അപ്പോൾ ഈ ഇതിൽ 7 രാജ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. 7 രാജ്യങ്ങളാണ് അതിൽ കൺസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 7 രാജ്യങ്ങളുടെ ക്യാപിറ്റലും കറൻസിയും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കാനഡയുടെ ക്യാപിറ്റൽ ഒട്ടാവ, കറൻസി ഡോളറാണ്. ഫ്രാൻസ് പാരീസ് ആണ് ക്യാപിറ്റൽ, യൂറോ ആണ് ഡോളർ. ജർമ്മനി ബെർലിൻ, യൂറോ. അതേപോലെ ഇറ്റലി റോം, യൂറോ. ഈ 3 രാജ്യങ്ങളുടെ യൂറോ ആണ് കറൻസി. ജപ്പാൻ്റെ ക്യാപിറ്റൽ ടോക്കിയോ ആണ്, കറൻസി യെൻ ആണ്. പിന്നെ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ക്യാപിറ്റൽ ലണ്ടൻ ആണ്, കറൻസി പൗണ്ട് സ്റ്റെർലിംഗ് ആണ്. USA വാഷിങ്ടൺ DC ആണ്, കറൻസി ഡോളറാണ്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ട്രൈഫെഡ് എക്സ്ചേഞ്ചസ് MOU വിത്ത് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദമാൻ ആൻഡ് ദിയു അഡ്മിനിസ്ട്രേഷൻ ഫോർ MFP സ്കീം ഇൻ ആൻഡ് വൻധൻ യോജന. അപ്പോൾ MSP എന്ന് പറഞ്ഞാൽ മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസിന് വേണ്ടിയിട്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വൻധൻ യോജനയ്ക്കും വേണ്ടിയിട്ടാണ് എക്സ്ചേഞ്ചസ് MOU മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തത്. അപ്പോൾ അണ്ടർ ദിസ് MOU മെക്കാനിസം ഫോർ മാർക്കറ്റിംഗ് ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ത്രൂ മിനിമം സപ്പോർട്ട് പ്രൈസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂ ചെയിൻ ഫോർ MFP വിൽ ബി ഇംപ്ലിമെൻറ്റഡ്. ടു ബിഗിൻ വിത്ത് there are plans to set up one Vandhan Vikas Kendra in the Union Territory. അപ്പോൾ ഒരു യൂണിയൻ ടെറിട്ടറി, ഓരോ യൂണിയൻ ടെറിട്ടറിയിലും ഒരു വൻധൻ കേന്ദ്ര ഉണ്ടാക്കാൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട്. മിനിമം സപ്പോർട്ട് പ്രൈസ് ഫോർ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഈസ് എ ഫ്ലാഗ്ഷിപ്പ് സ്കീം of the Ministry of Tribal Affairs that aims to provide remunerative and fair prices to forest producers. അപ്പോൾ ഫോറസ്റ്റ് പ്രൊഡ്യൂസിന് ഒരു നല്ല റെമ്യൂണറേറ്റീവ് പ്രൈസ്, ഫെയർ ആയിട്ടുള്ള പ്രൈസ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നീക്കം നടത്തിയിട്ടുള്ളത്. വൻധൻ കേന്ദ്രാസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ വൻധൻ യോജന പ്രോഗ്രാം. ഈ വൻധൻ കേന്ദ്രാസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വൻധൻ യോജന പ്രോഗ്രാം വഴിയാണ്. ഫോർ മാർക്കറ്റിംഗ് MFPs, ഈ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൻധൻ കേന്ദ്രാസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ട്രൈഫെഡ് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ട്രൈഫെഡിൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ട്രൈഫെഡ് എന്ന് വെച്ചാൽ ട്രൈബൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അത് ഫൗണ്ടഡ് ഓൺ ദ ഇയർ 1987 ഫൗണ്ട് ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ചെയർമാൻ രമേശ് ചന്ദ് മീന ആണ്. പിന്നെ വൈസ് ചെയർപേഴ്സൺ പ്രതിഭ ബ്രഹ്മയാണ്. മാനേജിംഗ് ഡയറക്ടർ പ്രവീർ കൃഷ്ണയാണ്. അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ആയുഷ് മിനിസ്ട്രി ഇൻ കൊളാബറേഷൻ വിത്ത് വിനോബ സേവ പ്രതിഷ്ഠാൻ ഓർഗനൈസ്ഡ് ആയുർവേദ പർവ് ഇൻ ഭുവനേശ്വർ, ഒഡീഷയിലത്തെ ഭുവനേശ്വറിൽ ആയുർവേദ പർവ് ഓർഗനൈസ് ചെയ്തു. ആയുഷ് മിനിസ്ട്രി ഇൻ കൊളാബറേഷൻ വിത്ത് വിനോബ സേവാ പ്രതിഷ്ഠാൻ. ഇവർ രണ്ടുപേരും കൂടിയാണ്, അതായത് ഈ ആയുഷ് മിനിസ്ട്രിയും അതേപോലെ വിനോബ സേവാ പ്രതിഷ്ഠയും കൂടിയാണ് ആയുർവേദ പർവ് ഓർഗനൈസ് ചെയ്തത്. എവിടെയാണ് ഓർഗനൈസ് ചെയ്തത്? ഭുവനേശ്വർ, ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് അത് ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ ഇതൊരു 3 day പ്രോഗ്രാമാണ്. 26 മാർച്ച് തൊട്ടിട്ട് 28 മാർച്ച് വരെയാണ് അത് ഓർഗനൈസ് ചെയ്തത്. 3 day event was inaugurated by Dr. രഘുനാഥ് മോഹപത്രയാണത് ഇനോഗ്രേറ്റ് ചെയ്തത്.
മെമ്പർ ഓഫ് രാജ്യസഭയാണ് അദ്ദേഹം, ആൻഡ് വിത്ത് അതേഴ്സ്. പിന്നെ മിനിസ്റ്റർ ഓഫ് ആയുഷ് ഇൻഡിപെൻഡൻറ്റ് ചാർജ് ആരാണ്? ശ്രീപദ് യെസ്സോ നായിക്കാണ്. മിനിസ്ട്രി ഓഫ് ആയുഷ് ഇൻഡിപെൻഡൻറ്റ് ചാർജായിട്ട് ഒറ്റ ആളേ ഉള്ളൂ. അതിൻ്റെ അണ്ടറിൽ സ്റ്റേറ്റ് ഇല്ല, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇല്ല. ഇൻഡിപെൻഡൻറ്റ് ചാർജ് മിനിസ്റ്ററാണ് ശ്രീപദ് യെസ്സോ നായിക്, മിനിസ്റ്റർ ഓഫ് ആയുഷിൻ്റെ. അപ്പോൾ ഒഡീഷ റിലേറ്റഡ് ന്യൂസാണ്, ഭുവനേശ്വറിൽ നടന്നൊരു ന്യൂസ് ആയതുകൊണ്ട് ഒഡീഷയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഒഡീഷയുടെ ക്യാപിറ്റൽ ഭുവനേശ്വറാണ്. ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക്കാണ്. ഗവർണർ ഗണേഷി ലാലാണ്. ഇനി കുറച്ച് നാഷണൽ പാർക്കും സുവോളജിക്കൽ പാർക്കും ഉണ്ട്, നമുക്ക് നോക്കാം. ഭീതർകനിക നാഷണൽ പാർക്ക്, സിംലിപ്പാൽ നാഷണൽ പാർക്ക്, നന്ദൻ കണ്ണൻ സുവോളജിക്കൽ പാർക്ക്, ഇതൊക്കെ ഒഡീഷയിലുള്ളതാണ്. പിന്നെ ചന്ദക്ക എലിഫൻറ്റ് സാങ്ച്വറി, കൊട്ടാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഹഡ്ഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, സത്കോസിയ ടൈഗർ റിസർവ്, ഇതൊക്കെ ഒഡീഷയിലുള്ളതാണ്. പിന്നെ ഇന്ദ്രാവതി ഡാം, ഇന്ദ്രാവതി റിവറിൽ, അതും ഒഡീഷയിലുള്ളതാണ്. ഹിറാക്കുണ്ട് ഡാം, മഹാനദി റിവർ, അതും ഒഡീഷയിലത്തെയാണ്. പിന്നെ കൊണാർക്ക് സൺ ടെമ്പിൾ കൊണാർക്ക് സൺ ടെമ്പിൾ ഒഡീഷയിലാണ്. ചിലിക്ക ലേക്കും ഒഡീഷയിലാണ്. അടുത്ത ന്യൂസ്, ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് റിന്യൂസ് പാർട്ട്ണർഷിപ്പ് വിത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ഫോർ IPL 2021. അപ്പോൾ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിരിക്കും ഒഫീഷ്യൽ റീറ്റെയിൽ ബാങ്കർ പാർട്ട്ണർ ഫോർ ദ ഫ്രാഞ്ചൈസി. ഇവരുടെ ഒഫീഷ്യൽ ബാങ്കിങ് പാർട്ട്ണർ ആയിരിക്കും ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇതിനു മുമ്പ് 3 തവണ 2018 തൊട്ട് 20 വരെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2021 വീണ്ടും ചെന്നൈ സൂപ്പർ കിങ്സ് ആയിട്ട് പാർട്ട്ണർഷിപ്പ് റിന്യൂ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ന്യൂസ്, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ലോഞ്ച് എ ന്യൂ ക്യാമ്പയിൻ. അപ്പോൾ പുതിയൊരു ക്യാമ്പയിനും കൂടി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. അതിൻ്റെ പേരാണ് ദ ബാങ്ക് ബിഹൈൻഡ് എവരി ചാമ്പ്യൻ. ദ ബാങ്ക് ബിഹൈൻഡ് എവരി ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ ക്യാമ്പയിൻ ടൈറ്റിൽ, ദ ബാങ്ക് ബിഹൈൻഡ് എവരി ചാമ്പ്യൻ. അപ്പോൾ അത് എക്സാമിനേഷന് വന്നേക്കാം, അപ്പോൾ അത് നോക്കി വയ്ക്കുക. ദ ബാങ്ക് ബിഹൈൻഡ് എവരി ചാമ്പ്യൻ ആണ് ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ടൈറ്റിൽ, ക്യാമ്പയിൻ ടൈറ്റിലാണത്. അപ്പോൾ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. അത് ഫൗണ്ടഡ് ഇയർ 2016 ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ്. ടാഗ് ലൈൻ ഇറ്റ്സ് ഫൺ ബാങ്കിങ് ആണ്. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ MD ആൻഡ് CEO PN വാസുദേവനാണ്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ജമ്മു ആൻഡ് കശ്മീർ ഗവൺമെൻറ് ഓർഗനൈസസ് ഡ്രാമ ഫെസ്റ്റിവൽ ഇൻ ശ്രീനഗർ. അപ്പോൾ ശ്രീനഗർ എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കശ്മീരിൻ്റെ സമ്മർ ക്യാപിറ്റലാണ്. ജമ്മു ആണ് ജമ്മു ആൻഡ് കശ്മീരിൻ്റെ വിൻ്റർ ക്യാപിറ്റൽ. അപ്പോൾ സമ്മർ ക്യാപിറ്റലും വിൻ്റർ ക്യാപിറ്റലും ഉള്ള ഒരു രാജ്യം ജമ്മു ആൻഡ് കശ്മീറാണ്. 2 ക്യാപിറ്റലാണ്. സമ്മർ സീസണിൽ ശ്രീനഗറും ജമ്മു വിൻ്റർ സീസണിലുമാണ്. In a bid to promote theatre in Kashmir, a 2-week-long annual drama festival was organized by Jammu and Kashmir Academy of Art, Culture and Languages at Tagore Hall in Srinagar. അപ്പോൾ ശ്രീനഗറിൽ വെച്ച് ഓർഗനൈസ് ചെയ്തു ഡ്രാമ ഫെസ്റ്റിവൽ. ഗവൺമെൻറ്, ജമ്മു ആൻഡ് കശ്മീർ ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്തു. The festival was aimed to revive the theatre activities and create awareness among the youth about importance of Kashmir theatre. അപ്പോൾ ഇത് ജമ്മു ആൻഡ് കശ്മീർ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ജമ്മു ആൻഡ് കശ്മീരിൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ജമ്മു ആൻഡ് കശ്മീരിൻ്റെ സമ്മർ ക്യാപിറ്റൽ ശ്രീനഗറാണ്, വിൻ്റർ ക്യാപിറ്റൽ ജമ്മു ആണ്. അതേപോലെ ലഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹയാണ്. പിന്നെ നാഷണൽ പാർക്ക്സ് നമുക്ക് നോക്കാം. കിഷ്ത്വർ നാഷണൽ പാർക്ക്, ഹെമിസ് നാഷണൽ പാർക്ക്, ദച്ചിഗം നാഷണൽ പാർക്ക്, സലിമലി നാഷണൽ പാർക്ക്, ഇതൊക്കെ ജമ്മു ആൻഡ് കശ്മീരിലുള്ളതാണ്. ഗുൽമാർഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഹൊക്കേർസർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ജസ്റോട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറി, ലച്ചിപ്പോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതൊക്കെ ജമ്മു ആൻഡ് കശ്മീരിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ്. വൂളാർ ലേക്ക്, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഏഷ്യയാണ്. അപ്പോൾ ഏഷ്യയിലത്തെ ഏറ്റവും ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കായ വൂളാർ ലേക്കും ജമ്മു ആൻഡ് കശ്മീരിലാണ് ഉള്ളത്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ആൻഡ് യമുന ഇൻ്റർനാഷണൽ എയർപോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് സൈൻ ലെറ്റർ ഓഫ് എഗ്രിമെൻറ്റ് ഫോർ സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. അപ്പോൾ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയും അതേപോലെ യമുന ഇൻ്റർനാഷണൽ എയർപോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും ഒരു ലെറ്റർ ഓഫ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് അറ്റ് ദ അപ്കമിങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അറ്റ് ജേവാർ നോയിഡ. അപ്പോൾ ജേവാർ നോയിഡയിലത്തെ അപ്കമിങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ജേവാർ നോയിഡയിൽ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊവിഷൻസ് ഫോർ സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് അറ്റ് ദ അപ്കമിങ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ എഗ്രിമെൻറ്റ് the contract of a construction of the airport has been awarded to YIAPL, which is ഈ YIAPL എന്ന് പറയുന്നത് ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതേപോലെ ഗവൺമെൻറ് ഓഫ് ഉത്തർപ്രദേശും സുറിച്ച് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെയും ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. അപ്പോൾ നമുക്ക് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഉത്തർപ്രദേശിൻ്റെയും കുറച്ച് ഫാക്ട്സ് നോക്കാം. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫൗണ്ടഡ് 1 April 1995 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ ചെയർമാൻ അനുജ് അഗർവാളാണ്. ഉത്തർപ്രദേശിൻ്റെ ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റൽ ലക്നൗ ആണ്. ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥാണ്. അതിൻ്റെ ഗവർണർ ആനന്ദിബെൻ പട്ടേലാണ്. പിന്നെ ദുധ്വ നാഷണൽ പാർക്ക് ഉത്തർപ്രദേശിലാണുള്ളത്. പിന്നെ ചന്ദ്രപ്രഭ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഷഹീദ് ചന്ദ്രശേഖർ ആസാദ് ബേർഡ് സാങ്ച്വറി, ഓക്ല ബേർഡ് സാങ്ച്വറി, അമൻഗർ ടൈഗർ റിസർവ്, പിലിഭിത്ത് ടൈഗർ റിസർവ്, ഇതൊക്കെ ഉത്തർപ്രദേശിലാണുള്ളത്. പിന്നെ ഉത്തർപ്രദേശിൻ്റെ ഡാൻസ് ഫോം കഥക്കാണ്. നരോറ അറ്റോമിക് പവർ പ്ലാന്റ് ഉത്തർപ്രദേശിലാണുള്ളത്. സിംഗ്രൗളി സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ അതും ഉത്തർപ്രദേശിലാണുള്ളത്. പിന്നെ ഫസ്റ്റ് ടൈം ഫസ്റ്റ് രാജ്ഗീർ ആൻഡ് ബോധ്ഗയ ഇൻ ബീഹാർ സെറ്റ് ടു ബി ഗ്രീൻ എനർജി ടൗൺസ്. അപ്പോൾ ഈ 2 ടൗൺസ് രാജ്ഗീറും ബോധ്ഗയയും അത് രണ്ടും ബീഹാറിലാണുള്ളത്. ബീഹാറിലെ ഈ 2 ടൗൺസ് ഗ്രീൻ എനർജി ടൗൺസ് ആവാൻ പോവുകയാണ്. അപ്പോൾ ടൗൺസ് വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് സോളാർ എനർജി ത്രൂ ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് റിന്യൂവബിൾ എനർജി പ്രൊജക്ട് ഫ്രം 2023 ഓൺവേർഡ്സ്. അപ്പോൾ 2023 മുതൽ അതിന് വേണ്ട സോളാർ എനർജി ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഒക്കെ ലഭിക്കും. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ SECI, central government PSU, which will develop the system in Andhra Pradesh, has agreed in principle to Bihar's proposal to feed clean power to the 2 towns and some important government installations in Patna. അപ്പോൾ ഈ 2 ടൗൺസ് ആണ് ബീഹാറിലത്തെ ഈ 2 ടൗൺസ് ആണ് ഗ്രീൻ എനർജി ടൗൺസ് ആവാൻ പോകുന്നത്. ബീഹാറിൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ബീഹാറിൻ്റെ ക്യാപിറ്റൽ പാട്നയാണ്. ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാറാണ്. ഗവർണർ ഫഗു ചൗഹാനാണ്. വാൽമീകി നാഷണൽ പാർക്ക് ബീഹാറിലാണുള്ളത്. അതേപോലെ രാജ്ഗീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കാൻവാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൈമൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, വിക്രംശില ഗാൻജറ്റിക് ഡോൾഫിൻ സാങ്ച്വറിയാണ്. അതേപോലെ ഭീംബന്ദ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇവയൊക്കെ ബീഹാറിലാണുള്ളത്. 22 മാർച്ച് ബീഹാർ ദിവസമായിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കടക്കാം. ബംഗളൂരുസ് കെമ്പഗൌഡ എയർപോർട്ട് ബിക്കംസ് ഫസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ ടു ഹാവ് ഓപ്പറേഷണൽ പാരലൽ റൺവേസ്. അപ്പോൾ ഓപ്പറേഷണൽ ആയിട്ടുള്ള പാരലൽ റൺവേസ് ഉണ്ടാവാൻ പോകുന്ന സൗത്ത് ഇന്ത്യയിലത്തെ ആദ്യത്തെ എയർപോർട്ട് ആവാൻ പോവുകയാണ് ബംഗളൂരുവിലത്തെ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ആഫ്റ്റർ റിസീവിംഗ് ദ നെസസറി അപ്രൂവൽ ഫ്രം ദ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, the refurbished and upgraded north runway, which was closed since June 2020 at Kempegowda International Airport, Bengaluru, has commenced operations. The runway will continue to be categorized as Cat 1. Cat 3B equipped south runway has been operational since December 6, 2019. Both runways operate in a low visibility and adverse weather conditions. അപ്പോൾ ലോ വിസിബിലിറ്റി അതേപോലെ അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസിലും ഓപ്പറേഷൻ ആയിട്ടുള്ള ഒരു എയർപോർട്ട് കൂടിയാണ് കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആയിത്തീർന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യയിലത്തെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇങ്ങനെ ഓപ്പറേഷണൽ പാരലൽ റൺവേസ് ഉള്ള ഫസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ബാംഗ്ലൂരിലത്തെ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ബാംഗ്ലൂർ കർണാടകയിലത്തെ ക്യാപിറ്റലാണ്. അപ്പോൾ കർണാടകയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. കർണാടകയുടെ ക്യാപിറ്റൽ ബാംഗ്ലൂര്. ചീഫ് മിനിസ്റ്റർ BS യെദ്യൂരപ്പയാണ്. ഗവർണർ വാജുഭായ് വാലയാണ്. നമുക്ക് നാഷണൽ പാർക്ക്സ് നോക്കാം. അൻഷി നാഷണൽ പാർക്ക്, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, ബന്നേർഘട്ട നാഷണൽ പാർക്ക്, കുദ്രേമുഖ് നാഷണൽ പാർക്ക്, നഗർഹോളെ നാഷണൽ പാർക്ക്, ഇതൊക്കെ കർണാടകയിലാണുള്ളത്. അതേപോലെ ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറി, ദന്തേലി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, നുഗു വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഭീംഗഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, സോമേശ്വര വൈൽഡ് ലൈഫ് സാങ്ച്വറി, മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതൊക്കെയും കർണാടകയിലാണുള്ളത്. പിന്നെ കൈഗ അറ്റോമിക് പവർ സ്റ്റേഷൻ, ഇത് കർണാടകയിലാണുള്ളത്. പിന്നെ ഗോമതേശ്വര ടെമ്പിൾ, വിരൂപാക്ഷ ടെമ്പിൾ, ബിലിഗിരി രംഗസ്വാമി ടെമ്പിൾ, ഈ 3 ഫേമസ് ടെമ്പിൾസും കർണാടകയിലാണുള്ളത്. പിന്നെ ലിംഗനാമക്കി ഡാം, ശരാവതി റിവർ, ഇത് കർണാടകയിലത്തെയാണ്. പിന്നെ തുംഗഭദ്ര റിവർ, ഇതും കർണാടകയിലാണ്. അലമതി ഡാം, കൃഷ്ണ റിവറിലെ അലമതി ഡാമും കർണാടകയിലാണുള്ളത്.
പിന്നെ എയർപോർട്ടായ കമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മളിപ്പോൾ ന്യൂസിൽ ഡിസ്കസ് ചെയ്തു, അതും കർണാടകയിലാണുള്ളത്. മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടും കർണാടകയിലാണുള്ളത്. എം ചിന്നസ്വാമി സ്റ്റേഡിയം, ക്രിക്കറ്റ് സ്റ്റേഡിയം എം ചിന്നസ്വാമി സ്റ്റേഡിയവും കർണാടകയിലാണുള്ളത്. പിന്നെ അടുത്ത ന്യൂസ്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് പാർട്ട്നേഴ്സ് വിത്ത് എൻസ്റ്റോർ ടു ടേക്ക് ലോക്കൽ കിരാന സ്റ്റോഴ്സ് ഓൺലൈൻ വിത്ത് എൻലിങ്ക്സ് ആപ്പ്. അപ്പോൾ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എൻസ്റ്റോർ ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തു ടു ടേക്ക് ലോക്കൽ കിരാന സ്റ്റോഴ്സ് ഓൺലൈൻ വിത്ത് എൻലിങ്ക്സ് ആപ്പ്. അപ്പോൾ ബാംഗ്ലൂർ ബേസ്ഡ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഹാസ് ജോയിൻഡ് ഹാൻഡ്സ് വിത്ത് എൻസ്റ്റോർ ടു ഡിജിറ്റൈസ് ഓഫ്ലൈൻ റീറ്റെയിലേഴ്സ് ആൻഡ് സ്മോൾ ബിസിനസ്സസ് ഇൻ ദ കൺട്രി. അപ്പോൾ ഓഫ്ലൈൻ റീറ്റെയിലേഴ്സിനെയും സ്മോൾ ബിസിനസ്സസിനെയും, രാജ്യത്തിലത്തെ ഓഫ്ലൈൻ റീറ്റെയിലേഴ്സിനെയും അതുപോലെ സ്മോൾ ബിസിനസ്സസിനെയും ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്തത്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എൻസ്റ്റോറുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തത്. പിന്നെ എൻസ്റ്റോറിൻ്റെ CEO പ്രദീപ് കുമാർ സമ്പത്താണ്. അതേപോലെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഫൗണ്ടഡ് 1 ഫെബ്രുവരി 2017 ആണ്. ഫൗണ്ടർ സമീത് ഘോഷാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ബംഗളൂരു കർണാടകയിലാണ്. ടാഗ് ലൈൻ ഭരോസ ആപ്കെ ഭരോസെ പർ, ഭരോസ ആപ്കെ ഭരോസെ പർ ആണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ടാഗ് ലൈൻ. ഈ ബാങ്ക്സിൻ്റെ ടാഗ് ലൈൻ ബാങ്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും, എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് പഠിച്ചിരിക്കുക. പിന്നെ MD ആൻഡ് CEO നിതിൻ ചൊഗാണ്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ MD ആൻഡ് CEO. അടുത്ത ന്യൂസ്, വുമൺ ലെഡ് സ്റ്റാർട്ടപ്പ് ആസ്ട്രോം ഡെവലപ്സ് ലോ കോസ്റ്റ് ഇൻ്റർനെറ്റ് സർവീസസ് ടു സബർബൺ ആൻഡ് റൂറൽ ഏരിയാസ്. അപ്പോൾ സബ് അർബണും അതുപോലെ റൂറൽ ഏരിയാസിലേക്കും വേണ്ടിയിട്ട് ഒരു വുമൺ ലെഡ് സ്റ്റാർട്ടപ്പായ ആസ്ട്രോം ഒരു ലോ കോസ്റ്റ് ഇൻ്റർനെറ്റ് സർവീസ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ വയർലെസ് പ്രൊഡക്റ്റ്, അതിൻ്റെ പേര് ജിഗാമെഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കുഡ് എനേബിൾ ടെലികോം ഓപ്പറേറ്റേഴ്സ് ടു ഡിപ്ലോയ് ഹൈ സ്പീഡ് റൂറൽ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ അറ്റ് 5 times ലോവർ കോസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ചെലവിടുന്ന കാശിൻ്റെ 5-1 ഭാഗം മതിയാവും അവരുടെ ഈ പറയുന്ന ഒരു ജിഗാമെഷ് എന്ന് പറയുന്ന ഈ ഒരു വയർലെസ് പ്രോഡക്റ്റിന് വേണ്ടി വരിക. അപ്പോൾ ഭയങ്കര ചീപ്പായിട്ട് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് വുമൺ ലെഡ് ആസ്ട്രോം സ്റ്റാർട്ടപ്പായ ആസ്ട്രോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫൗണ്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറ്റ് ആസ്ട്രോം നേഹ സതക്കാണ് ഫൗണ്ടറും അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും. CEO അറ്റ് ആസ്ട്രോം നേഹ സതക്കാണ്. ഇനി അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. HDFC ബാങ്ക് നെയിംഡ് ഇന്ത്യാസ് ബെസ്റ്റ് SME ബാങ്ക് ബൈ ഏഷ്യ മണി. അപ്പോൾ ഏഷ്യ മണി എന്ന് പറയുന്നത് ഹോങ്കോങ് ബേസ്ഡ് ഫിനാൻഷ്യൽ മാഗസീനാണ്. അപ്പോൾ ഏഷ്യ മണി ഹാസ് നെയിംഡ് HDFC ബാങ്ക് ആസ് ഇന്ത്യാസ് ബെസ്റ്റ് SME ബാങ്ക്. അപ്പോൾ ഇന്ത്യയിലത്തെ ബെസ്റ്റ് SME ബാങ്കായിട്ട് HDFC ബാങ്കിനെ പ്രഖ്യാപിച്ചു. HDFC ബാങ്ക് വാസ് അഡ്ജഡ്ജ്ഡ് ദ ഇന്ത്യാസ് ബെസ്റ്റ് ബാങ്ക് ഫോർ SMEs അറ്റ് ഏഷ്യ മണി ബെസ്റ്റ് ബാങ്ക് അവാർഡ്സ് 2021. Award was given in recognition of HDFC Bank's transformation of its micro, small and medium-sized enterprises business over the past few years. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് MSME സെക്ടറിന് കൊടുക്കുന്ന പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ HDFC ബാങ്കിന് ഈ ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ HDFC ബാങ്കിൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. അതിൻ്റെ ഫൗണ്ട് ചെയ്ത വർഷം 1994 ഓഗസ്റ്റ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ മഹാരാഷ്ട്രയാണ്. ടാഗ് ലൈൻ വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ്. CEO HDFC ബാങ്കിൻ്റെ CEO ആണ് ശശിധർ ജഗദീശൻ. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ലോഞ്ച് ഓഫ് മൈസ് റോഡ് ഷോ മീറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഇനോഗ്രേഷൻ ഓഫ് ഛത്രസൽ കൺവെൻഷൻ സെൻറ്റർ അറ്റ് ഖാജുറാവു. അപ്പോൾ ദ കൺവെൻഷൻ സെൻറ്റർ നെയിംഡ് ആഫ്റ്റർ ലെജൻഡറി ബുണ്ടേൽഖണ്ഡ് കിങ് മഹാരാജ ഛത്രസൽ ഹാസ് ബീൻ ബിൽറ്റ് അറ്റ് എ കോസ്റ്റ് ഓഫ് 51 crore 43 lakh അണ്ടർ സ്വദേശ് ദർശൻ സ്കീം. അപ്പോൾ സ്വദേശ് ദർശൻ സ്കീമിൻ്റെ അണ്ടറിലാണ് ഇത് പണിതത്. 51 കോടി 43 ലക്ഷം ചെലവഴിച്ചിട്ടാണ് ഇത് പണിതത്. ലോഞ്ച് ഓഫ് മൈസ് റോഡ് ഷോ. മൈസിൻ്റെ ഫുൾ ഫോമാണ് മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻ. ആ റോഡ് ഷോ മീറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഇനോഗ്രേഷൻ ഓഫ് ഛത്രസൽ കൺവെൻഷൻ സെൻറ്റർ. ഛത്രസൽ കൺവെൻഷൻ സെൻറ്ററും ഇനോഗ്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈസ് റോഡ് ഷോ ലോഞ്ചും ചെയ്തു, മീറ്റ് ഇൻ ഇന്ത്യ ലോഞ്ച് ചെയ്തു, അതേപോലെ ഇത് ഇനോഗ്രേറ്റും ചെയ്തിരിക്കുകയാണ്.
പിന്നെ ശിവരാജ് സിംഗ് ചൗഹാനാണ് മധ്യപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ. യൂണിയൻ ടൂറിസം മിനിസ്റ്ററാണ് പ്രഹ്ലാദ് സിംഗ് പട്ടേൽ. അവർ രണ്ടുപേരുമാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. എന്ത് ഛത്രസൽ കൺവെൻഷൻ സെൻറ്റർ ഇനോഗ്രേറ്റ് ചെയ്തത് ഇവർ രണ്ടുപേരുമാണ്. ഇനി മധ്യപ്രദേശിൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റൽ ഭോപ്പാലാണ്. ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ. ഗവർണർ ആനന്ദിബെൻ പട്ടേലാണ്. ഇനി നമുക്ക് നാഷണൽ പാർക്സ് നോക്കാം. ബന്ധവ്ഗർ നാഷണൽ പാർക്ക്, കൻഹ നാഷണൽ പാർക്ക്, മാധവ് നാഷണൽ പാർക്ക്, പന്ന നാഷണൽ പാർക്ക്, പെഞ്ച് നാഷണൽ പാർക്ക്, ഫോസിൽ നാഷണൽ പാർക്ക്, സത്പുഡ നാഷണൽ പാർക്ക്, അതേപോലെ വൻവിഹാർ നാഷണൽ പാർക്ക്. ഇതൊക്കെ മധ്യപ്രദേശിലത്തെയാണ്. പിന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്: ഓർച്ച വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഫെൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബോരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബാഗ്ദാര വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതേപോലെ സിംഘോരി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതൊക്കെ മധ്യപ്രദേശിലുള്ളതാണ്. ചുട്ക ന്യൂക്ലിയർ പവർ പ്ലാന്റ് മധ്യപ്രദേശിലാണ്. ഭോജ്തൽ അല്ലെങ്കിൽ പണ്ട് ഇതിനെ അപ്പർ ലേക്ക് എന്നും പറഞ്ഞിരുന്നു, അത് മധ്യപ്രദേശിലാണ്. ഇനി അടുത്ത ന്യൂസ് 66th ഫിലിം ഫെയർ അവാർഡ്സ് ഫോർ 2021. അപ്പോൾ 66th ഫിലിം ഫെയർ അവാർഡ്സ് കൊടുത്തു. അതിൽ തപ്പട് എന്ന് പറയുന്ന സിനിമ വൺ 7 ട്രോഫീസ്. പിന്നെ ഗുലാബോ സിതാബോ 6 ട്രോഫീസും ജയിച്ചു. അപ്പോൾ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിയത് ഇർഫാൻ ഖാനാണ്. ഈ തപ്പട് 7 ട്രോഫീസും ഗുലാബോ സിതാബോ 6ഉം ജയിച്ചു. പിന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിയത് ഇർഫാൻ ഖാനാണ്. അത് നിങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ ബാക്കി കംപ്ലീറ്റ് ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. ഇതാ ഓരോന്നും. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ റോണിയ ഗെറ സാറ്, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. 3 സ്ലൈഡുകളിലാണ് അതുള്ളത്. 1, 2, 3. അപ്പോൾ ഇത് ഫുള്ള് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ ട്രാൻസ്ജെൻഡർ ഡേ ഓഫ് വിസിബിലിറ്റി മാർച്ച് 31 ഒബ്സർവ് ചെയ്യും. അപ്പോൾ ഫൗണ്ടഡ് ബൈ US ബേസ്ഡ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ റേച്ചൽ ക്രാൻഡലാണ് അത് ഫൗണ്ട് ചെയ്തത്. അത് മാർച്ച് 31. ഇൻ്റർനാഷണൽ ട്രാൻസ്ജെൻഡർ ഡേ ഓഫ് വിസിബിലിറ്റി ഈസ് മാർക്ക്ഡ് ഓൺ 31st മാർച്ച് എവറി ഇയർ വിത്ത് ദ എയിം ടു സെലിബ്രേറ്റ് ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവരുടെ കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഓർത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡേ അങ്ങനെ ഇൻ്റർനാഷണൽ ട്രാൻസ്ജെൻഡർ ഡേ ഓഫ് വിസിബിലിറ്റി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ കാരണം. അടുത്ത ന്യൂസ്: ടൈഡ് RBL ബാങ്ക് പാർട്ട്ണർ ടു സെർവ് ബാങ്കിങ് നീഡ്സ് ഓഫ് ഇന്ത്യൻ SMEs. അപ്പോൾ ടൈഡ് ഈസ് എ ലീഡിംഗ് UK ബേസ്ഡ് ഫിൻടെക് വിച്ച് ഈസ് സെറ്റ് ടു ലോഞ്ച് ഇൻ ഇന്ത്യ ആസ് ഇറ്റ്സ് ഫസ്റ്റ് ഓവർസീസ് മാർക്കറ്റ്. അപ്പോൾ ടൈഡും അതേപോലെ RBL ബാങ്കും പാർട്ട്ണർഷിപ്പ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ടു സെർവ് ബാങ്കിങ് നീഡ്സ് ഓഫ് ഇന്ത്യൻ SMEസിന് വേണ്ടിയിട്ട്, ബാങ്കിങ് നീഡ്സ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലത്തെ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ബാങ്കിങ് നീഡ്സ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈഡും RBL ബാങ്കും കൂടി പാർട്ട്ണർഷിപ്പ് ചെയ്തത്. ടൈഡിൻ്റെ CEO ഒലിവർ പ്രില്ലാണ്. അതേപോലെ RBL ബാങ്കിൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. RBL ബാങ്കിൻ്റെ ഫൗണ്ടഡ് ഓഗസ്റ്റ് 1943 ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ടാഗ് ലൈൻ അപ്നോക്ക ബാങ്കാണ് RBL ബാങ്കിൻ്റെ ടാഗ് ലൈൻ. MD ആൻഡ് CEO ഓഫ് RBL ബാങ്ക് വിശ്വവീർ അഹൂജയാണ്. അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. 6th റൗണ്ട് ഓഫ് ഇന്ത്യ ഓസ്ട്രേലിയ ഡയലോഗ് ഓൺ ഡിസ്ആർമമെൻറ്റ്, നോൺ പ്രോളിഫറേഷൻ ആൻഡ് എക്സ്പോർട്ട് കൺട്രോൾ ടേക്സ് പ്ലേസ് വിർച്വലി. ഇതും വിർച്വലി ആണ്, നേരിട്ടിട്ടല്ല. അപ്പോൾ ദ 2 sides എക്സ്ചേഞ്ച് വ്യൂസ് ഓൺ കണ്ടംപററി ഇഷ്യൂസ് ഓഫ് മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഇൻ ദ ഏരിയാസ് ഓഫ് ന്യൂക്ലിയർ, chemical, biological disarmament and non-proliferation, conventional weapons, outer space security and strategic export control. The dialogue will contribute to India-Australia comprehensive strategic partnership. അപ്പോൾ 6ാമത്തെ റൗണ്ടാണ് നടന്നിരിക്കുന്നത്. ഡയലോഗ് ഓൺ ഡിസ്ആർമമെൻറ്റ്, നോൺ പ്രോളിഫറേഷൻ ആൻഡ് എക്സ്പോർട്ട് കൺട്രോൾ ടേക്ക് പ്ലേസ്. അപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 6ാമത്തെ ഡിസ്ആർമമെൻറ്റിൻ്റെയും നോൺ പ്രോളിഫറേഷനും അതുപോലെ എക്സ്പോർട്ട് കൺട്രോളിൻ്റെയും കൂടി ഒരു ഡയലോഗാണ് നടന്നത്. അതേപോലെ ഫെബ്രുവരി 2021 ഇന്ത്യയും ജപ്പാനും തമ്മിൽ 9ാമത്തെ ഡയലോഗ് നടന്നു. ഇതിനെ റിഗാർഡിങ് ദ സെയിം, അതായത് ഈ ഡിസ്ആർമമെൻറ്റ്, നോൺ പ്രോളിഫറേഷൻ ആൻഡ് എക്സ്പോർട്ട് കൺട്രോളിൻ്റെ തന്നെയാണ്. അതിൻ്റെ 9ാമത്തെ ഡയലോഗ് ഇന്ത്യയും ജപ്പാനും തമ്മിൽ നടന്നു.
ഈ വർഷം ഫെബ്രുവരിയിൽ. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഒപ്പാണ് ഈ ഡയലോഗ് നടന്നത്. അപ്പോൾ ഓസ്ട്രേലിയയുടെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ക്യാപിറ്റൽ കാൻബറയാണ്, കറൻസി ഡോളറാണ്. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ സ്കോട്ട് മോറിസൺ ആണ്. അടുത്ത ന്യൂസിലേക്ക് കടക്കാം. ഹെൽത്ത് കെയർ സെക്ടർ എക്സ്പെക്റ്റഡ് ടു റീച്ച് $372 billion in 2022. നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഹെൽത്ത് കെയർ സെക്ടർ $372 ബില്യൺ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യ ഹെൽത്ത് കെയർ സെക്ടർ also said India's healthcare sector has a potential to generate 27 lakh jobs in India between 2017 and 22, over 5 lakh new jobs per year. അപ്പോൾ FDA inflows in healthcare sector increased from, അത് 2011 FDA ഇൻഫ്ലോ ഉണ്ടായിരുന്നത് $94 million ആണ്. അത് 2016 ആയപ്പോഴേക്കും $1275 million ആയി. അതായത് ഈ 94 നിന്നും 1275 2016 ആയപ്പോഴേക്കും. അപ്പോൾ നീതി ആയോഗ് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നീതി ആയോഗിൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ. അത് ഫോംഡ് ഓൺ 1 January 2015 അത് ഫോം ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ചെയർപേഴ്സൺ നരേന്ദ്രമോദിയാണ്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അടുത്ത ന്യൂസിലേക്ക് കടക്കാം. Supreme Court constitutes 7-member expert committee to lay down guidelines on cutting trees for developmental projects. അപ്പോൾ സുപ്രീം കോർട്ട് ഒരു 7-member എക്സ്പേർട്ട് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തു. അത് ഗൈഡ് ലൈൻസ് ഫോം ചെയ്യാനാണ് കട്ടിംഗ് ഓഫ് ട്രീസ് ഫോർ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ്. അതായത് റോഡിൻ്റെ വികസനത്തിനും കാര്യങ്ങൾക്കും ബാക്കിയുള്ള എല്ലാ വികസനങ്ങൾക്കും വേണ്ടിയിട്ട് ട്രീസ് കട്ട് ചെയ്യണേനെ ഒന്ന് കുറച്ച് ഗൈഡ് ലൈൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 7-member എക്സ്പേർട്ട് കമ്മിറ്റിയെ ഫോം ചെയ്തിരിക്കുന്നത്. ദ ഡിസിഷൻ ഇൻ എ പെറ്റീഷൻ അഗെയിൻസ്റ്റ് വെസ്റ്റ് ബംഗാൾസ് ഡിസിഷൻ ടു ഫെൽ ദ ട്രീസ് ഇൻ ഓർഡർ ടു കൺസ്ട്രക്ട് റോഡ് ഓവർ ബ്രിഡ്ജസ് ആൻഡ് വൈഡൻ ദ റോഡ്സ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ഡിസിഷൻ ട്രീസ് കട്ട് ചെയ്ത് റോഡ് കൺസ്ട്രക്ട് ചെയ്യുക, ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ഇതിനെ തുടർന്നാണ് അവർ ഈ ഒരു 7-member എക്സ്പേർട്ട് കമ്മിറ്റിയെ ഫോം ചെയ്തിരിക്കുന്നത്. ദ ഓർഡർ വാസ് പാസ്ഡ് ബൈ എ ബെഞ്ച് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ S.A. ബോബ്ഡെ ആൻഡ് ജസ്റ്റിസസ് A.S. ബൊപ്പന്ന ആൻഡ് V. രാമസുബ്രഹ്മണ്യം. അപ്പോൾ അവരാണ് ഓർഡർ പാസ് ചെയ്തത്. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയായ S.A. ബോബ്ഡെയും അതുപോലെ ജസ്റ്റിസസ് A.S. ബൊപ്പന്ന ആൻഡ് V. രാമസുബ്രഹ്മണ്യൻ. അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ആൻഡ് ജപ്പാൻ സൈൻ 4 agreements ടു സപ്പോർട്ട് ഹെൽത്ത് കെയർ പ്രൊജക്ട്സ് അണ്ടർ ഗ്രാൻഡ് അസിസ്റ്റൻസ് ഫോർ ഗ്രാസ് റൂട്ട്സ് പ്രൊജക്ട് സ്കീം ഇൻ ഇന്ത്യ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ടു ബി ഡിസ്ബേഴ്സ്ഡ് ഫോർ ദ 4 projects ഈസ് അറൗണ്ട് 29.3 million yen. അതായത് $265,000 ആണ് അതിനുവേണ്ടി ചിലവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും ജപ്പാനുമാണ് ഈ 4 എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് റെസിപ്പിയൻസ് ഓഫ് ജാപ്പനീസ് ഒഫീഷ്യൽ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്. അപ്പോൾ ഇന്ത്യ ഒരു വൺ ഓഫ് ദ ലാർജസ്റ്റ് റെസിപ്പിയൻസ് ആണ്. ജപ്പാനിൽ നിന്നും ഒഫീഷ്യൽ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് സ്വീകരിക്കുന്ന നല്ലൊരു വലിയ രാജ്യമാണ് ഇന്ത്യ. ജപ്പാൻ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ജപ്പാൻ രാജ്യത്തിൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ജപ്പാൻ്റെ ക്യാപിറ്റൽ ടോക്കിയോ ആണ്. കറൻസി yen ആണ്. പ്രൈം മിനിസ്റ്റർ യോഷിഹിഡെ സുഗയാണ്. അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ഡെലിവേഴ്സ് 20,000 liters ഓഫ് പെസ്റ്റിസൈഡ് ടു ഇറാൻ ടു ഫൈറ്റ് ലോക്കസ്റ്റ് സ്വാംസ് ഇൻ സിസ്താൻ, ബലൂചിസ്ഥാൻ ആൻഡ് സൗത്ത് ഖൊറോസാൻ പ്രൊവിൻസസ്. അപ്പോൾ ലോക്കസ്റ്റ് എന്ന് പറയുന്ന ഒരു ജീവി അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ശല്യം ഒഴിവാക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യ 20,000 liter പെസ്റ്റിസൈഡ്, അതായത് മെലാത്തിയോൺ എന്ന് പറയുന്ന പെസ്റ്റിസൈഡാണ് ഇറാനിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ ഡെലിവർ ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ സ്ട്രാറ്റജിക് ചാബഹാർ പോർട്ടിൽ നിന്നുമാണ് അത് ഡെലിവർ ചെയ്തത്. ദിസ് വാസ് എ സെക്കൻഡ് കൺസൈൻമെൻറ്റ് ഓഫ് എ മെലാത്തിയോൺ. ആദ്യം ജൂൺ 2020 അവർക്ക് കൊടുക്കുകയുണ്ടായി. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് കൊടുക്കുന്നത്.
ആൻഡ് 95% അൾട്രാ ലോ വോളിയം പെസ്റ്റിസൈഡ്. അൾട്രാ ലോ വോളിയം പെസ്റ്റിസൈഡ് ആണ്, 95% അൾട്രാ ലോ വോളിയം പെസ്റ്റിസൈഡ് ആണ് സപ്ലൈഡ് ടു ഇറാൻ അണ്ടർ എ ഗവൺമെൻറ് ടു ഗവൺമെൻറ് ലോക്കസ്റ്റ് കൺട്രോൾ പ്രോഗ്രാം. Iran witnessed its worst locust invasion in the past 25 years in 2020. അപ്പോൾ കഴിഞ്ഞ 25 വർഷത്തിൽ ഏറ്റവും കൂടുതൽ വേഴ്സ്റ്റ് സിറ്റുവേഷൻ ആയിരുന്നു, ഈ ലോക്കസ്റ്റ് കാരണം കൊണ്ടുണ്ടായ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ ഉണ്ടായത് 2020. അപ്പോൾ ഇറാൻ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് ഇറാൻ്റെ കുറച്ച് ഫാക്ട്സ് പറയാം. ഇറാൻ്റെ ക്യാപിറ്റൽ തെഹ്റാനാണ്, കറൻസി റിയലാണ്, RIAL റിയലാണ്. RIYAL റിയൽ ഉണ്ട്, അതല്ല RIAL റിയൽ. RIYAL റിയാലാണ്. അത് വേറൊരു കൺട്രി, കുറച്ച് കൺട്രീസിന് റിയൽ ഉണ്ട്, കുറച്ച് കൺട്രീസിന് റിയാൽ ഉണ്ട്. ഓരോ കൺട്രീസ് വരുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് സ്പെല്ലിംഗ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇത് RIAL ആണ്. അപ്പോൾ അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. റെസിഡൻഷ്യൽ ഹോക്കി സെൻറ്റർ ഓഫ് എക്സലൻസ് ടു കം അപ്പ് ഇൻ ലക്നൗ. അപ്പോൾ ഹോക്കി സെൻറ്റർ ഓഫ് എക്സലൻസ്, റെസിഡൻഷ്യൽ ഹോക്കി സെൻറ്റർ ഓഫ് എക്സലൻസ് ലക്നൌവിൽ വരാൻ പോവുകയാണ്. അപ്പോൾ 100 ബെഡ് ഹോസ്റ്റൽ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്, മോഡേൺ സ്പോർട്സ് മെഡിസിൻ ആൻഡ് ഫിസിയോതെറാപ്പി സെൻറ്റേഴ്സ് ആസ് വെൽ ആസ് top coaches would be part of the center to come up at the state government run Padma Shri Mohammad Shahid Synthetic Stadium. The Union Sports Ministry will fund the center and Uttar Pradesh Sports Directorate will run it in consultation with Uttar Pradesh Hockey. അപ്പോൾ ഇത് ഉത്തർപ്രദേശ് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് ഉത്തർപ്രദേശിനെ കുറിച്ച് പറയേണ്ടതാണ്. പക്ഷേ ഉത്തർപ്രദേശിനെ കുറിച്ചിട്ടുള്ള ഫാക്ട്സ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ മുമ്പത്തെ ന്യൂസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉത്തർപ്രദേശ് റിലേറ്റഡ് ന്യൂസായിട്ട് ഉത്തർപ്രദേശിൻ്റെ ഫാക്ട്സ് ഒന്നും കൂടി പറയുന്നില്ല. നിങ്ങൾക്കത് നോട്ട് ഡൗൺ ചെയ്യാം, വീഡിയോ ഒന്നും കൂടി കാണുമ്പോൾ അത് നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് റെസിഡൻഷ്യൽ ഹോക്കി സെൻറ്റർ ഓഫ് എക്സലൻസ് ലക്നൌവിൽ വരാൻ പോവുകയാണ്. അത്രയേ ഉള്ളൂ ന്യൂസ്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കടക്കാം. ഇൻ എ ഫസ്റ്റ് ഇന്ത്യൻ നേവി ടു ടേക്ക് പാർട്ട് ഇൻ ഫ്രഞ്ച് നേവൽ എക്സസൈസ് ലാ പെറൗസ്. ലാ പെറൗസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് നേവൽ എക്സസൈസിൽ ഇന്ത്യൻ നേവി ചേരും, അതായത് ജോയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ബേ ഓഫ് ബംഗാളിലാണ് നടക്കുക. അലോങ് വിത്ത് അതർ ക്വാഡ് മെമ്പേഴ്സ്, വേറെയും രാജ്യങ്ങളുണ്ട്, ഓസ്ട്രേലിയ, ജപ്പാൻ ആൻഡ് US. അവർ ഈ മൂന്ന് രാജ്യവും ഈ ലാ പെറൗസ് എന്ന് പറയുന്ന ഡ്രില്ലിൽ പങ്കെടുക്കും, അതായത് എക്സസൈസ്, നേവൽ എക്സസൈസിൽ പങ്കെടുക്കും. ദ എക്സസൈസ് വിൽ ബി ഷെഡ്യൂൾഡ് ബിറ്റ്വീൻ 5th April and 7th April. അപ്പോൾ 5 മുതൽ 7 വരെ ആയിരിക്കും ഇത് നടക്കുക. ആഫ്റ്റർ ലാ പെറൗസ് ദ ഇന്ത്യൻ ഫ്രഞ്ച് വരുണ എക്സസൈസ് വിൽ ഓൾസോ ടേക്ക് പ്ലേസ്. അപ്പോൾ വരുണ എക്സസൈസും നടക്കാനുണ്ട്, അത് ഇതിൻ്റെ ശേഷം നടക്കും. ദിസ് ഇസ് ടൈം ഇറ്റ് വിൽ ഓൾസോ ഇൻക്ലൂഡ് ദ എക്സസൈസ് is scheduled between 5th April and 7th. The La Perouse, the India-French Varuna exercise will also take place. This time, it will also include the United Arab Emirates. ഇപ്രാവശ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും കൂടി വരുണ എക്സസൈസിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രാൻസ്, ഓസ്ട്രേലിയ, ജപ്പാൻ, US ആണ് ഈ നേവൽ എക്സസൈസിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ. അപ്പോൾ ആ രാജ്യങ്ങളുടെ ക്യാപിറ്റലും കറൻസിയും നമുക്കൊന്ന് നോക്കാം. ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ പാരീസ് ആണ്, കറൻസി യൂറോ ഉണ്ട്, ഫ്രാങ്കും ഉണ്ട്. അതേപോലെ ഓസ്ട്രേലിയ കാൻബറയാണ് ക്യാപിറ്റൽ, കറൻസി ഡോളറാണ്. ജപ്പാൻ്റെ ക്യാപിറ്റൽ ടോക്കിയോ, കറൻസി yen ആണ്. പിന്നെ USA വാഷിങ്ടൺ DC ഡോളർ, വാഷിങ്ടൺ DC ക്യാപിറ്റൽ, ഡോളർ കറൻസി. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ ബംഗ്ലാദേശ് ഇങ്ക് 5 MOUs ടു ഫർദർ എൻഹാൻസ് ബയലാറ്ററൽ ടൈസ്. ഇന്ത്യ ഗിഫ്റ്റഡ് 109 ആംബുലൻസസ് ആൻഡ് 1.2 million ഡോസസ് ഓഫ് കോവിഷീൽഡ്. അപ്പോൾ 109 ആംബുലൻസും അതുപോലെ 1.2 million ഡോസസ് ഓഫ് കോവിഷീൽഡ്, അതായത് 12 ലക്ഷം കോവിഷീൽഡും ബംഗ്ലാദേശിന് ഓൾറെഡി നൽകി കഴിഞ്ഞു. 5 MOUs ഇതൊക്കെയാണ്, ഈ MOUs ഒക്കെയാണ്, ഇതാണ് 5 MOUs. അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, റിസൈലിയൻസ് ആൻഡ് മിറ്റിഗേഷൻ ബിറ്റ്വീൻ ബംഗ്ലാദേശ് നാഷണൽ കാഡറ്റ് കോർപ്സ് ആൻഡ് NCC ഓഫ് ഇന്ത്യ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫ്രെയിംവർക്ക് ഓഫ് കോപ്പറേഷൻ ഇൻ ട്രേഡ് റെമഡിയൽ മെഷേഴ്സ്, ട്രൈപാർട്ടൈറ്റ് MOU ഓൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്പോർട്സ് ഫെസിലിറ്റീസ് അറ്റ് രാജ്ഷാഹി കോളേജ് ആൻഡ് ട്രൈപാർട്ടൈറ്റ് MOU ഓൺ റിസോഴ്സസ് ഫോർ ബംഗ്ലാദേശ് ഭാരത് ഡിജിറ്റൽ സർവീസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ. അപ്പോൾ പാസഞ്ചർ ട്രെയിനായ മിതാലി എക്സ്പ്രസ്
ഓൾസോ ഇനോഗ്രേറ്റ് ചെയ്തു. മിതാലി എക്സ്പ്രസ് കണക്ട് ചെയ്യുന്നത് ധാക്കയും അതുപോലെ ന്യൂ ജൽപായ്ഗുരി വെസ്റ്റ് ബംഗാളിലത്തെ ഒരു സ്ഥലമാണ്. അതിനെയും കൂടി കണക്ട് ചെയ്യുന്ന മിതാലി എക്സ്പ്രസ്സും ഇനോഗ്രേറ്റ് ചെയ്യേണ്ടായി. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ ധാക്കയാണ്, കറൻസി ടാക്കയാണ്, പ്രസിഡന്റ് അബ്ദുൽ ഹമീദാണ്, പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീനയാണ്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കടക്കാം. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇനോഗ്രേറ്റ്സ് സെൻറ്റർ ഫോർ ഹാപ്പിനെസ് ഇൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ജമ്മു. അപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇനോഗ്രേറ്റ്സ്. അപ്പോൾ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ്? രമേഷ് പോഖ്രിയാൽ നിഷാങ്ക് ആണ്. അപ്പോൾ രമേഷ് പോഖ്രിയാൽ നിഷാങ്ക് സെൻറ്റർ ഫോർ ഹാപ്പിനെസ് ഇൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ജമ്മുവിൽ ഇനോഗ്രേറ്റ് ചെയ്തു. ആനന്ദം എന്നാണ് അതിൻ്റെ പേര്. ദ സെൻറ്റർ ഫോർ ഹാപ്പിനെസ് ഇൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ജമ്മു വിർച്വലിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. ആനന്ദം, ദ സെൻറ്റർ ഓഫ് ഹാപ്പിനെസ് അലൈൻസ് വിത്ത് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എയിമിംഗ് ടു അച്ചീവ് ഹോളിസ്റ്റിക് വെൽബീയിങ് ഫോർ ഓൾ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു എവരി വൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.